പ്രൈസ് ലോർഡ് നാഥന്മാർക്കുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് നമ്മെ കരുതുന്നു. സ്തോത്രം. അവിടെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊടുപ്പീൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ആരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതും. അവിടെ പത്രോസ് പറയുകയാണ്, സ്തോത്രം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പ്രാർത്ഥന റൂമിൽ ഹല്ലേലൂയ നമ്മുടെ ചിന്താകുലങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പകരുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ മാറി ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം സമാധാനമുള്ളവരായി ഹല്ലേലൂയ സ്തോത്രം കർത്താവ് അത് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നടത്തി തരുവാൻ ഇടയായിത്തീരും. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയായിത്തീരും. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ ചെന്നു അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായി പറയുകയാണ്, സ്തോത്രം, നാം വലയുമ്പോൾ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. അവിടെ അവർ തണ്ടു വലിച്ചു വലഞ്ഞു. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ സ്തോത്രം മുക്കുവന്മാരാണ്. സ്തോത്രം. അവർക്ക് നന്നായി അറിയാം ഈ ഹല്ലേലൂയ സ്തോത്രം ഇത് ഹല്ലേലൂയ എങ്ങനെയാണ് സ്തോത്രം ഈ ഹല്ലേലൂയ ബോട്ടിനെ അല്ലെങ്കിൽ ഹല്ലേലൂയ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അവർക്കറിയാം. അവർക്ക് കാറ്റിൻ്റെ ഗതി അറിയാം. സ്തോത്രം. എന്നിട്ടും അവർ ഹല്ലേലൂയ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ കാറ്റ് തണ്ടു വലിച്ചു വലയുന്നത് ഹല്ലേലൂയ അവൻ കണ്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പല കാര്യങ്ങളും പക്ഷേ പല എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടായിരിക്കും. പല പ്രതികൂലങ്ങളെ നമ്മൾ ജയിച്ചിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ചില അവസരങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും ഒക്കെ നാം നോക്കിയിട്ടും ഹല്ലേലൂയ സ്തോത്രം കാറ്റിൻ്റെ ഗതി ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ശക്തമാകുമ്പോൾ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലഞ്ഞു നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ നമ്മുടെ പടകിന്മേൽ നമ്മുടെ ജീവിത പടകിന്മേൽ യേശു കടന്നു വന്ന് അതിനെ ശാസിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ വലഞ്ഞിരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പടകിന്മേൽ കടന്നു വന്ന ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആ വലയുന്ന അനുഭവങ്ങളെ മാറ്റിയിട്ട് അവിടെ നമുക്ക് വേണ്ടി കരുതുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ സ്തോത്രം ഹല്ലേലൂയ അവർ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ യഹൂദന്മാർ അവർ ഉപദ്രവിക്കും. ഹല്ലേലൂയ അവർക്ക് പ്രതികൂലമാണ്, അവർക്ക് ഭയം വന്നു. എന്നാൽ അവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ റൂം അടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ നടന്ന് നിന്നിട്ട് ഹല്ലേലൂയ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ ഭാരങ്ങളിൽ ആരും വന്ന് നമ്മളെ സഹായിക്കത്തില്ലായിരിക്കും. നമുക്കറിയാവുന്നവരെ നമ്മുടെ വീട്ടുകാര് നമ്മുടെ ചാർച്ചക്കാര് ഹല്ലേലൂയ സ്തോത്രം പലരും നമുക്കുണ്ടായിരിക്കും. നമ്മുടെ ഭാരം നമ്മൾ അവരോട് പറയാതിരിക്കുമ്പോൾ നമ്മുടെ ഭാരം അറിയുന്ന ഒരു ദൈവം ഹല്ലേലൂയ നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടിവിപ്പാൻ അവൻ ശക്തനാകുന്നു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളുക, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഏലിയാവിനെ ക്ഷാമകാലത്ത് പോറ്റുന്ന ദൈവം. ദേശത്ത് ക്ഷാമം വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം ക്ഷാമത്തിന്റെ അവസ്ഥയിലൂടെ ഹല്ലേലൂയ കടന്നു പോകുന്ന അതിന്റെ മധ്യത്തിലെ യഹോവ ഭക്തനെ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന യഹോവ ഭക്തന് വേണ്ടി കരുതുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടുന്ന ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ബേസിക് നീഡ്സ് ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടുന്നതൊക്കെയും തരുവാൻ ഹല്ലേലൂയ അതിനുവേണ്ടി കരുതുവാൻ നമ്മുടെ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സിംഹം എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തന്നെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു. അവന്റെ സന്നിധി ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവേ, തിരുമുൻപിൽ ഞാനൊരു ദോഷം ചെയ്തിട്ടില്ലെന്ന് ഉണർത്തിച്ചു. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് ഇട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. രാവിലെ രാജാവിന് സ്വസ്ഥതയിലായിരുന്നിട്ട് രാജാവ് ചെന്ന് ദാനിയേലിനോട് ചോദിക്കുകയാണ്, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിച്ചോന്ന്. അപ്പോൾ ദാനിയേൽ പറയുന്ന മറുപടിയാണ്, സിംഹൾ എനിക്ക് കോട്ട വരാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തന്നെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു. നിനക്ക് കോട്ടം വരുത്തുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ നീ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ നീ കടന്നു പോകാം. എന്നാൽ അവിടെ തന്നെ ദൂതനെ അയച്ച് ഹല്ലേലൂയ
അടയ്ക്കേണ്ട വാതിലുകളെ അടച്ച് എന്നെയും നിങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കരുതുന്ന ഹല്ലേലൂയ ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഭദ്രമായി സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമി നീ സഞ്ചരിച്ചിരുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നും മുട്ടു വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇസ്രായേലിനെ ജനത്തെ മരുഭൂമിയിൽ വഴി നടത്തി ദൈവം. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തന്നെ ജനത്തെ വഴി നടത്തി ദൈവം. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എന്നെ കേൾക്കുന്ന പലരും പല ഏജിലുള്ളവരായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഹല്ലേലൂയ പുറത്തെടുത്ത ഈ നിമിഷം തൊട്ട് ആ നിമിഷം തൊട്ട് ഇതുവരെയും ഹല്ലേലൂയ മരുഭൂമി യാത്രയോട് നടന്നു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെയെല്ലാം വേണ്ടുന്നത് ഹല്ലേലൂയ മന്ന കൊടുത്ത് തന്നെ ജനത്തെ ദൈവം വഴി നടത്തുവാൻ ഇടയായിത്തീരുന്നു. അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് ദൈവം അവരെ പോറ്റിയതുപോലെ ദൈവത്തിന്റെ ഹല്ലേലൂയ ജനമേ, ഹല്ലേലൂയ എന്നെ നിങ്ങളെ പോറ്റുവാൻ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതേ, നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്നു. നാം വലയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിഴക്കെ എടുത്തു നടന്ന് 38 വർഷമായി രോഗസൗഖ്യമില്ലാതെ കിടന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ദൈവം ചെന്നിട്ട് ചോദിക്കുകയാണ്, യേശു എന്നിട്ട് ചോദിക്കുവാണ്, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? നമുക്കൊരു മനസ്സ് വേണം. നമുക്ക് കിടക്കുന്നിടത്തുനിന്ന് പുറത്തു വരുവാൻ നമുക്ക് ഒരാഗ്രഹമുണ്ടായിരിക്കണം. അവൻ പറയുന്നു, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം അവനെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ രോഗങ്ങളിൽ നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നാം ഭാരപ്പെടുമ്പോൾ നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ നിരാശയിൽ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഹല്ലേലൂയ. കർത്താവിനെ ക്രൂശിച്ച ശേഷം തന്റെ ശിഷ്യനായ പത്രോസ് മറ്റുള്ളവർ പറയാൻ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ അവനൊന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ രാവിലെ കാലം ഹല്ലേലൂയ അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി, ഹല്ലേലൂയ പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന യേശു. ഹല്ലേലൂയ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിരാശയിൽ ഹല്ലേലൂയ അധ്വാനിച്ചിട്ട് ഫലമൊന്നും കാണുന്നില്ലെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത് കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഏലിയാവിനെ ക്ഷാമകാലത്ത് ദൈവം പോറ്റി. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം വിടുവിച്ചു. അവനെ കരുതുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കരുതി. ആ ദൈവം ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആ ദൈവത്തെ നാം സേവിച്ച് കർത്താവിന്റെ കരുതൽ അനുഭവിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.